ഹലോ അസ്സലാമലൈക്കും. രാവിലെ ഒരു പടയുദ്ധം കഴിഞ്ഞിട്ട് മക്കളെയൊക്കെ കൊണ്ടാക്കി വന്നു കഴിഞ്ഞാൽ എല്ലാ വീട്ടമ്മമാരുടെ അവസ്ഥ ഇതേപോലെ ഒരു 10 മിനിറ്റ് ഫ്രീ ആയിരിക്കലായിരിക്കും അല്ലേ. പക്ഷെ ഞാനുണ്ടല്ലോ ചില സമയത്ത് റീൽസ് കണ്ടിരുന്നു കഴിഞ്ഞാൽ സമയം എത്ര പെട്ടെന്ന് പോണേന്ന് പോലും പറയാൻ പറ്റുന്നുണ്ടല്ലോ. ടയേർഡൊക്കെ ആയി വന്നിരിക്കുന്ന സമയത്ത് റീൽസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തോ കുറച്ചൊരു സമാധാനമായ പോലെ ഉണ്ടാവും കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ട്? മക്കളൊക്കെ വിട്ട് അടുക്കളയിൽ വന്നിട്ട് ഫ്രീ ആയിട്ടിരുന്ന് കേക്ക് കഴിക്കാലോ എന്ന് വിചാരിക്കുമ്പോഴുണ്ട് അടുത്ത ആൾ മ്യാവെന്ന് പറഞ്ഞിട്ട് വന്നിക്കണു, എനിക്കൊരു പീസ് തരീന്ന് പറഞ്ഞു. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് രാവിലെ തന്നെ തുണികൾ കുറച്ച് സോപ്പ് പൊടിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ വേഗം അതൊന്ന് തിരിഞ്ഞെന്നുണ്ടെങ്കിൽ ഉള്ളത്തെ പണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങുമ്പോഴത്തേക്കും വെയിലൊക്കെ മാറി മഴ വന്നിട്ടുണ്ടാവും കേട്ടോ. വെയിലെന്ന് പറയാനില്ല, ഒരു വെളിച്ചം അത്രയും. എന്നാലും ഇങ്ങനെ മഴ ഇങ്ങനെ നിന്ന് പെയ്യാത്തതുകൊണ്ട് ചെറിയൊരു സമാധാനമാണ്. അങ്ങനെ തിരുമ്പലൊക്കെ കഴിഞ്ഞ് നമ്മൾ ഉള്ളിലേക്ക് വന്നു. കുറേ ദിവസം വിചാരിക്കണാണ് ഗോതമ്പ് ചോറ് ഉണ്ടാക്കണം കേട്ടോ. നമുക്ക് സാധാരണ റേഷൻ കടയിൽ നിന്ന് ഗോതമ്പ് പൊടിയാണ് കിട്ടാറുള്ളത്, ഗോതമ്പ് കിട്ടാറില്ല. ഈ പ്രാവശ്യം ഇക്ക പോയപ്പോൾ എന്തായാലും കുറച്ച് ഗോതമ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇപ്പയും കൂടി ഉണ്ട്. അപ്പം നമുക്ക് എന്തായാലും കുറച്ച് ഗോതമ്പ് ചോറ് ഉണ്ടാക്കാം. കാരണം ഞാനും ഇപ്പയും ഫാദുക്കുട്ടിയാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കുള്ളൂ. ഇക്കയും പിന്നെ ഫൈസിക്കുട്ടിയും ഇതിൻ്റെ അടുത്ത് പോലും വരാത്ത സാധനങ്ങളാണ്. പക്ഷേ ഇത് എങ്ങനെ ഉണ്ടാക്കണം എന്നതിനെ കുറിച്ച് എനിക്ക് അങ്ങനെ വലിയ ധാരണയൊന്നുമില്ല കേട്ടോ. പക്ഷേ പേടിക്കേണ്ട ആവശ്യമില്ല, കയ്യിൽ ഫോണും യൂട്യൂബും ഉണ്ടല്ലോ. പിന്നെ നമ്മൾ എന്തിനു കഷ്ടപ്പെട്ട് റെസിപ്പി തിരഞ്ഞു നടക്കാൻ നമ്മൾ ഗോതമ്പ് നന്നായിട്ട് കഴുകി എടുക്കണം കേട്ടോ. അതിൽ നല്ല വേസ്റ്റും പിന്നെ നെല്ലിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും, ഉമ്മിയൊക്കെ ഉണ്ടാവും. അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് നല്ലോണം 3-4 വട്ടം ഒന്ന് കഴുകുക. എന്നിട്ട് നമ്മളൊരു 10 മിനിറ്റ് കുതിരാൻ വേണ്ടി വെക്കുക. നേരത്തെ ഞാൻ വീഡിയോയിൽ 10 എന്ന് കാണിച്ചില്ലേ, അത് ഈ 10 മിനിറ്റ് ആണ്. എന്നിട്ട് വലിയ മിക്സിൻ്റെ ജാറിലെടുക്കുക, ഇങ്ങനെ പൾസ് ചെയ്ത് എടുക്കുക കേട്ടോ. എന്നിട്ടൊരു പാത്രത്തിൽ വേണമെന്ന് ഇങ്ങനെ മുറം കൊണ്ട് ഇങ്ങനെ ആക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഊതി കളഞ്ഞാലും മതി, അതിൻ്റെ ഉമ്മയൊക്കെ പോയി. അങ്ങനെ ആവശ്യത്തിന് വെള്ളം ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെച്ചു കേട്ടോ. പിന്നെ ഇന്നലെ നമ്മൾ അരി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് രാവിലെ അരക്കണം എന്ന് വിചാരിച്ചാണ്, പക്ഷേ മറന്നുപോയി. അങ്ങനെ അത് ഗ്രൈൻഡറിൽ ഇതിലിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മിക്സിൻ്റെ പോലെ ഇങ്ങനെ അടുത്ത് ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കണ്ട, അത് അതിൻ്റെ ആവശ്യത്തിന് ഇങ്ങനെ അറിഞ്ഞോളും. ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഉണ്ടോ എന്ന് ഇങ്ങനെ ചെക്ക് ചെയ്താൽ മാത്രം മതി. പിന്നെ ഉച്ചയ്ക്ക് കറിയൊക്കെ വേണ്ടിയിട്ട് മത്തിയും പിന്നെ നമ്മുടെ നെത്തലുണ്ടായിരുന്നു കേട്ടോ. നെത്തൽ പൊരിക്കാനും മത്തി കറി വെക്കാനും വേണ്ടിയിട്ടാണ്. അങ്ങനെ അതൊക്കെ നന്നാക്കി നമ്മൾ മസാലയൊക്കെ ഇട്ട് വെച്ചു. നമ്മൾ തുടരും മൂവി ഇട്ടിട്ടാണ് കേട്ടോ ചെയ്തത്. സിനിമയോ സീരിയലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പണി ചെയ്യാൻ എനിക്ക് വല്ലാത്ത ഉഷാറാണ്. മീൻകറി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഉള്ളിയും മസാലയൊക്കെ എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അരക്കാൻ നോക്കിയപ്പോഴത്തേക്കും കറണ്ട് എവിടെയോ പോയിട്ടുണ്ട്. എന്തായാലും കറണ്ട് വരുന്ന വരെ നമുക്ക് എന്തായാലും ഗോതമ്പ് ചോറ് തന്നെ. പക്ഷെ ഗോതമ്പ് ചോറല്ല, ചെറുതായിട്ട് ഗോതമ്പ് കഞ്ഞിയായിട്ടുണ്ടായിരുന്നു. ഉപ്പ് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടി വെച്ച് നല്ല അടിപൊളി ഗോതമ്പ് പായസം കൂടി റെഡിയാക്കിയിരുന്നു. അല്ല പിന്നെ